മുത്തശ്ശൻ ആദർശിൻ്റെ മനസ്സറിയാൻ വേണ്ടിയിട്ട് ഒരു ഗെയിം കളിക്കുകയാണ്. ആദർശ് നയനയോട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനൊക്കെ പറയുമ്പോഴേക്കും ആദർശ് നയനയുടെ കൈ പിടിച്ചിട്ട് പറയുന്നുണ്ട്, ഇവളെൻ്റെ ഭാര്യയാണ്, ഒരിക്കലും ഇവളെ വീട്ടിൽ നിന്ന് ഞാൻ ഇറക്കി വിടില്ല. അങ്ങനെ ഇവൾ ഇറങ്ങിപ്പോകണമെന്നുണ്ടെങ്കിൽ ആ പുറകെ ഞാനും പോകുമെന്നൊക്കെ പറഞ്ഞ് ആദർശ് പറയുന്നുണ്ട്. അങ്ങനെ അവനെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും കളിച്ച ഒരു നാടകമായിരുന്നു ഇത്. അപ്പോൾ ഇത് കേട്ടിട്ട് ദേവയാനി ആകെപ്പാടെ കലിപ്പാവുകയും അവനോട് പിണങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നിനക്കിന് നിൻ്റെ ഭാര്യ മതിയെന്നും പറഞ്ഞിട്ട് പിണങ്ങി പോവാണ് കേട്ടോ. ആദർശ് ദേവയാനിയുടെ പിറകെ പോവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, എനിക്കെന്നും അമ്മ തന്നെയല്ലേ വലുത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതിന് മുമ്പുള്ള മുത്തശ്ശൻ്റെ ആ ഒരു ഗെയിമിൻ്റെ കളിയും ആ രണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അങ്ങനെ ദേവയാനിയുടെ പുറകെ തന്നെ ആദർശ് പോവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മ എനിക്ക് ഏറ്റവും വലുത് ഈ ലോകത്തിൽ, എനിക്ക് ഏറ്റവും വലുത് എൻ്റെ അമ്മയാണ്, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് മറ്റാരും എന്ന് പറയുന്നുണ്ട്. ദേവേനി പറയാണ്, അതെല്ലാം എനിക്ക് മനസ്സിലായി, ഞാനിപ്പോൾ നിൻ്റെ മുമ്പിൽ വെറും ഒരു കോമാളിയെന്ന് എനിക്ക് മനസ്സിലായി, നീ എന്നെ പറ്റിക്കാൻ വേണ്ടി വന്നിട്ട് ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, അതൊന്നും എനിക്ക് കേൾക്കണ്ട എന്ന് പറയാണ്. ആദർശ് പറയുന്നുണ്ട്, അമ്മ അങ്ങനൊന്നും അല്ല, നയന അവൾ പാവമാണ്, അവൾ എന്നെ എന്തുമാത്രം ഹെൽപ്പ് ചെയ്തിരിക്കുന്നത്, ഡിസൈനിങ് ചെയ്ത് നമ്മുടെ ഫാമിലി തന്നെ അവൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ വീട്ടിൽ അവളോട് എല്ലാവരും ദേഷ്യപ്പെട്ടിട്ടും വെറുപ്പ് കാണിച്ചിട്ടും മുത്തശ്ശൻ പറഞ്ഞ ഒറ്റ കാരണത്തിന് വേണ്ടിയിട്ട് അവളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. നിന്ന് ഈ വീട്ടിലുള്ള സകലമായ ജോലികളും രാവിലെ തൊട്ട് വയ്യോളം അവൾ ചെയ്യുന്നില്ലേ, അവൾക്ക് തീരെ വയ്യ, എന്നിട്ട് പോലും ആരോടും ഒരു പരാതി പറയാതെ അവൾ വീട്ടിലുള്ള സർവ്വ ജോലികളും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതേ സമയത്ത് തന്നെ അവളുടെ കുടുംബത്തെ നോക്കുന്നുണ്ട്, ജോലി ചെയ്ത് അവളുടെ കുടുംബത്തെ അവൾ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്കാണെങ്കിലും അവൾ യാതൊരു വിധത്തിലുള്ള ടോർച്ചറും തരുന്നില്ല, സന്തോഷമായിട്ട് തന്നെ അവളുടെ കൂടെ ഞാൻ ജീവിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഓഹോ, അപ്പോൾ അത്രത്തോളമൊക്കെ എത്തിയല്ലേ, ഇനിയിപ്പം എൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞ് പോവാണ്. അമ്മ ഇങ്ങനെ പിണങ്ങാതെ അമ്മ ഒന്ന് ആലോചിച്ച് നോക്കി, നയനോട് വന്നിട്ട് ഞാൻ എന്ത് തെറ്റാ ചെയ്തേ അമ്മ ഒന്ന് പറ എന്ന് പറയാണ്. ഇല്ലടാ, അവൾ തെറ്റൊന്നും ചെയ്തില്ല, തെറ്റ് മൊത്തം ചെയ്തത് ഞാനാ എന്ന് പറയുന്നുണ്ട്. അമ്മ ഒന്ന് ആലോചിച്ച് നോക്കി, അന്നാണെങ്കിൽ തന്നെ നമ്മുടെ അമ്മയും കൂടിയാ എല്ലാ കാര്യങ്ങളും ചെയ്തത്. അന്ന് നമ്മൾ പോയപ്പോഴോ നമ്മുടെ ഈ സംഭവങ്ങൾ നടന്ന സമയത്തോ എപ്പോഴെങ്കിലും നയനെ അമ്മ കണ്ടിട്ടുണ്ടോ? നമ്മുടെ കുടുംബത്തിനെ മാൻ രക്ഷിക്കാൻ വേണ്ടി ആ വിഗ്രഹമായിട്ട് അപ്പം ദേവിയെ പോലെ കയറി വന്നവളല്ലേ നയന. അതിനുശേഷമാണെങ്കിലും ആ കല്യാണ പന്തലിലേക്ക് അവളെ അങ്ങനെ മുഖംമൂടി അയച്ചത് വേറെ ആരുമല്ലല്ലോ, നമ്മുടെ വീട്ടിലുള്ള ജലജ അപ്പച്ചി തന്നെയല്ലേ. അങ്ങനെ ചെയ്തതിന് ശേഷവും ജലജാപ്പച്ചി നമ്മളെല്ലാവരും സ്നേഹിക്കുന്നില്ലേ, നവീനെയാണെങ്കിലും അവൻ്റെ ഭർത്താവ് സ്നേഹിക്കുകയും അവൾക്കൊരു കുഞ്ഞിനെ കൊടുക്കുകയൊക്കെ ചെയ്തില്ലേ. അവൾക്ക് മാത്രം ഈ വീട്ടിൽ നല്ല വിലയുണ്ട്, പക്ഷേ എൻ്റെ ഭാര്യയ്ക്ക് മാത്രം ആരും ഒരു വില കൽപ്പിക്കുന്നില്ല. ശരിക്കും അവളുടെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല, അവൾ കല്യാണം കഴിക്കണമെന്ന് പോലും ആലോചിച്ച സമയത്തൊന്നും അല്ല ഇതൊക്കെ നടന്നത്. അവൾ കല്യാണം കഴിക്കണമെന്ന് ആലോചിച്ചിട്ടുമില്ല. അവളുടെ ആർട്ട് ഗാലറിയുമായിട്ട് അവളുടെ കുടുംബത്തെ നോക്കി നന്ദുവിനെ പഠിപ്പിക്കാനും നവീനെ വിവാഹം കഴിപ്പിച്ചയക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് അവൾ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഒരു ഇടത്തി പോലെ എല്ലാം മാറി മറിഞ്ഞ് നവിയുടെ ആ ഒരു പ്രവൃത്തി കാരണമാണ് അവൾക്ക് ആ ഒരു അവസ്ഥയൊക്കെ ഉണ്ടായത്, അല്ലാതെ അവൾ യാതൊരു തെറ്റും ചെയ്തിട്ടില്ലമ്മേ എന്നൊക്കെ ദേവിയനോട് ആദർശ് പറയുന്നുണ്ട്. ദേവേനി പറയാണ്, എൻ്റെ മോൻ ഇത്രത്തെയൊക്കെ ദീർഘവീക്ഷണമുള്ള ഒരാളാണെന്നൊന്നും ഞാൻ അറിഞ്ഞില്ല. എങ്ങനെയാണെങ്കിലും എനിക്ക് അവളെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം അന്നത്തെ ആ ഒരു സംഭവമൊന്നും ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല. അവളുടെ അമ്മ കനകം അവൾ ചെയ്ത ദുഷ്ടത്തരവും അവളുടെ ചേച്ചി ചെയ്ത ചതിയും അതേ സമയത്ത് തന്നെ അവൾ എല്ലാവരുടെ മുമ്പിലേക്ക് മുഖം പറിച്ചു വന്ന ആ ഒരു അവസ്ഥയും ഒന്നും തന്നെ എനിക്ക് മറക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നീ ഒരിക്കലും എനിക്ക് എൻ്റെ മുമ്പിലേക്ക് അവളെ സപ്പോർട്ട് ചെയ്ത് വരണ്ട, നീ ഭാര്യയും ഭർത്താവായിട്ട് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അമ്മയില്ലെന്ന് കരുതിയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നയന വന്ന് ഇതെല്ലാം കേട്ടുകൊണ്ടവിടെ നിൽക്കുന്നുണ്ട്. ആദർശ് പറയണം, അമ്മ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ വെക്കുന്നേ, എനിക്കൊരു ജീവിതം വേണ്ടേ എന്ന് ചോദിക്കുമ്പോഴേക്കും ദേവേനെ ഞെട്ടിത്തിരിഞ്ഞ് നോക്കുകയാണ്. ഓഹോ, അപ്പം നിനക്ക് നയനില്ലാതെ ജീവിക്കാൻ പറ്റില്ല അല്ലേ, എങ്ങനെയെങ്കിലും അവളെ ഇവിടുന്ന് പുറത്താക്കിയിട്ട് നിനക്ക് മറ്റൊരു വിവാഹം കഴിപ്പിച്ച് എനിക്കിഷ്ടപ്പെട്ട പെൺകുട്ടി വിവാഹം കഴിപ്പിച്ച് കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം, അല്ലാതെ അവളെ ഒന്നും ആ ദരിദ്രവാസിയൊന്നും ഈ വീട്ടിൽ കേട്ട് താമസിപ്പിക്കാനല്ല എൻ്റെ പ്ലാന് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ഇതെല്ലാം കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ജയം വന്നിട്ട് പറയാണ്, എന്താ ദേവ്യാനി, നിനക്ക് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോ? നീ എന്തൊക്കെ പറഞ്ഞെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? നിൻ്റെ മകൻ്റെ ഭാര്യേനെ അവൻ അത്രത്തോളം ഇഷ്ടമാണെന്ന് അറിഞ്ഞിട്ടും അവളെ പറഞ്ഞിട്ടിട്ട് വേറൊരുത്തിനെ ആ സ്ഥാനത്ത് കൊണ്ടുവരാനോ? നിൻ്റെ ഇഷ്ടപ്രകാരമുള്ള പെൺകുട്ടിയോ എന്താ നീയാണോ അവളുടെ കൂടെ ജീവിക്കാൻ പോകുന്നത്? അല്ലല്ലോ, ഇവനല്ലേ ജീവിക്കാൻ പോകുന്നത്. പിന്നെ ദരിദ്രവാസിന്ന് ആ ദരിദ്രത്തിലേക്ക് പോകാനേ വലിയ കോടീശ്വരനാണെങ്കിലും ഒരു സെക്കൻഡ് മതി, അതൊന്നും നീ മറക്കണ്ട. അതുകൊണ്ട് മേലിങ്ങനെ നമ്മുടെ മകനോട് സംസാരിക്കരുതെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ജയം പറയുന്നുണ്ട്, ആദർശേ നീ എടുത്ത തീരുമാനം അത് വളരെ നല്ല തീരുമാനം തന്നെയാണ്. നയന അവൾ നല്ല കുട്ടിയാണ്, അവൾ നീ പൊന്നു പോലെ നോക്കണം. മുത്തശ്ശൻ പറയുന്ന പോലെ അവളെ വീട്ടിലേക്ക്
കയറി വന്ന ദേവി തന്നെയാണ്. എനിക്കും അങ്ങനെ പലതവണ തോന്നിയിട്ടുണ്ട്. അവളുടെ എല്ലാ പ്രവർത്തികളും അങ്ങനെ തന്നെയുള്ളതാണ്. എല്ലാവരും സന്തോഷിപ്പിക്കാനും സ്നേഹിക്കാനും മാത്രമേ ആ പാവത്തിന് അറിയുള്ളൂ. അതുകൊണ്ടല്ലേ എല്ലാവരും ഇട്ട് അവൾ എങ്ങനെയൊക്കെ ഇട്ട് പെരുമാറുന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ദേവ്യാൻ്റെ മുഖത്ത് നോക്കി പറയാണ്, ദേവ്യാനി ഇനി നീ ഒരു അക്ഷരം മിണ്ടിയാ ഫസ്റ്റ് ഞാൻ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നത് നിന്നെ ആയിരിക്കുമെന്ന് ജയൻ പറയുന്നുണ്ട്. ഇങ്ങനെ വിവരമില്ലാത്തൊരു കഴുത എന്ന് ജയൻ ദേവേനെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ആദർശവും ദേവന്റെ മുമ്പിൽ നിന്ന് അങ്ങോട്ട് മാറിപ്പോവാണ് കേട്ടോ. രണ്ടുപേരും സ്വന്തം ഭർത്താവും മകനും തന്നെ ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്ന കേട്ടപ്പോഴേക്കും ദേവയാനിക്ക് അങ്ങ് സഹിക്കാൻ പറ്റാതെ അവിടെ നിൽക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നയനയുടെ എൻട്രി. നയന വന്നിട്ട് പറയാണ്, അമ്മ മകനോട് പറഞ്ഞു കൊടുത്തല്ല ഞാൻ കേട്ടു. അടുക്കളയിൽ നിന്ന് ഞാൻ ആദർശേട്ടന് പറഞ്ഞതേ ഉള്ളൂ. ആദർശേട്ടനെ ഇപ്പം അമ്മ വിളിക്കും എന്നിട്ട് ഇങ്ങനെ എല്ലാം പറയുമെന്ന്. പക്ഷെ ഞാൻ കരുതിയത് അപ്പോഴും ആദർശേട്ടൻ അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് ഇല്ല അമ്മേ ഇനി ഞാൻ നയനെ സ്നേഹിക്കില്ല എന്ന് പറയുന്നു. എന്തായാലും ആദർശേട്ടന് നല്ല മാറ്റമുണ്ട്. ഇപ്പോഴും ആദർശേട്ടനൊന്ന് ബോൾഡായത്, ഒരാണത്വമൊക്കെ ഉണ്ടായത്. എൻ്റെ ഭാര്യ എനിക്ക് ഇഷ്ടമാണെന്ന് അമ്മയുടെ മുഖത്ത് നോക്കി തുറന്നു പറഞ്ഞല്ലോ, അത് തന്നെയാണ് എൻ്റെ സന്തോഷം എന്ന് നയനെ പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ നയനയുടെ മുമ്പിലും കൂടെ തോറ്റുപോയത് ഓർത്തിട്ട് ദേവേനെ ഇങ്ങനെ കലിപ്പിച്ച് ഇങ്ങനെ കണ്ണൂരിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് വന്നിട്ട് നമ്മുടെ ജലജ അവിടെ തന്നെ കാണുമല്ലോ. ജലജ അപ്പോഴേക്കും അങ്ങോട്ട് വന്നിട്ട് പറയാണ്, ഇപ്പം എങ്ങനെയുണ്ട് ഏട്ടത്തി, കണ്ടില്ലേ അവള് ഏട്ടത്തിൻ്റെ ഭർത്താവിനെയും മകനെയും വലവേശി പിടിച്ചിരിക്കുക. അവൾ രണ്ടുപേരെയും ഏട്ടത്തിക്ക് എതിരാക്കിയത് കണ്ടില്ലേ. ഇപ്പം ഏട്ടത്തിക്ക് ഈ വീട്ടിലെ പുല്ല് വിലയാ. പണ്ട് ദേവേനെന്ന് പറഞ്ഞാൽ ഇവിടെ ഗർജിക്കുന്ന ഒരു സിംഹമായിരുന്നു. പക്ഷെ ഇപ്പോഴും പല്ല് കൊഴിഞ്ഞു ഒരു സിംഹമായി പോയി ചേച്ചി എന്ന് പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് ജലജ അവിടെ നിന്ന് പോവാണ്. ഇതെല്ലാം കേട്ടിട്ട് ദേവയാനിക്കാണെങ്കിൽ ആകെ തല പെരുത്ത് കയറുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ്, ഇല്ലടി നയന നിന്നെ ഇവിടെ ഞാൻ ജീവിപ്പിക്കില്ല, നീയാ ഇനി എൻ്റെ ശത്രു, നിന്നെ ഇനി ഇവിടെ നിന്ന് അടിച്ചിറക്കാൻ ഞാൻ പറ്റുന്നൊക്കെ ചെയ്യും എന്നൊക്കെ ദേവയാനി ഇങ്ങനെ അവിടെ ഒന്ന് പറയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ആദർശിൻ്റെ കൂടെ മുറിയിലേക്ക് പോയിട്ട് നയന പറയുന്നുണ്ട്, എങ്കിലും നിങ്ങളെ ഞാൻ സമ്മതിച്ചു. നിങ്ങളുടെ അമ്മയുടെ മുമ്പിൽ മുട്ടിടിക്കാതെ നിന്ന് നിങ്ങൾ കാര്യങ്ങൾ സംസാരിച്ചല്ലോ, അത് തന്നെ വലിയ കാര്യം. ഓഹോ, അപ്പം നീ ഒളിഞ്ഞു കേട്ടല്ലേ? ഒളിഞ്ഞു കേൾക്കേണ്ട കാര്യമൊന്നുമില്ല. അടുക്കളയിൽ വാതിക്കെന്നല്ലേ ഈ ടോക്കിംഗ് ഒക്കെ ഉണ്ടായത്. ഞാൻ അടുക്കള തന്നെ നിൽപ്പില്ലായിരുന്നു, ഞാനെല്ലാം കേട്ടു. നിങ്ങളുടെ അമ്മ പറഞ്ഞ കാര്യവും നിങ്ങളുടെ അച്ഛൻ പറഞ്ഞ കാര്യവും എല്ലാം ഞാൻ കേട്ടു എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും എൻ്റെ ഭർത്താവിന് ഇത്രത്തോളം തൻ്റെ ഉണ്ടെന്നും ഞാൻ അറിഞ്ഞില്ല. ആദർശ് പറയാണ്, അതെ എൻ്റെ അമ്മയാ, അതുകൊണ്ട് അമ്മയുടെ മുമ്പിൽ അങ്ങനെയൊക്കെ സംസാരിക്കാൻ എനിക്ക് മടി. എനിക്ക് ഒരുപാട് അസുഖങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചെറുപ്പത്തിലെ ആസ്മ കാരണം ജീവൻ പോലും പോകുന്ന അവസ്ഥയിലേക്ക് ഞാൻ ഒരുപാട് സമയത്ത് എത്തിയിട്ടുണ്ട്. ആ സമയത്തൊക്കെ എൻ്റെ അമ്മയുടെ കണ്ണുനീരും എൻ്റെ അമ്മയുടെ ആ സ്നേഹമൊക്കെ ഞാൻ തൊട്ടറിഞ്ഞതാ. ഇതുപോലൊരു അമ്മയ്ക്ക് മക്കളെ സ്നേഹിക്കാൻ കഴിയുമെന്ന് പോലും ഞാൻ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. എന്നെയും എടുത്ത് പൊക്കിക്കൊണ്ട് എൻ്റെ അമ്മ ഓടി ഓട്ടമൊന്നും ഞാൻ മറന്നിട്ടില്ല. അപ്പോഴേക്കും നയന പറയാണ്, എല്ലാ മാതാപിതാക്കളും അങ്ങനെ തന്നെ ആദർശേട്ടാ. ഞങ്ങൾ 3 പെൺമക്കളെയും അടക്കി പിടിച്ച എൻ്റെ അമ്മയും അച്ഛനും ജീവിച്ചത്. ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പം ഞങ്ങളുടെ അമ്മയ്ക്ക് എന്തുമാത്രം സങ്കടം കാണുമെന്ന് ആദർശേട്ടനൊന്ന് ആലോചിച്ച് നോക്കിയേ. ആദർശേട്ടൻ്റെ അമ്മയ്ക്ക് ഇത്രയും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ പോലും ആദർശേട്ടന് സഹിക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം എൻ്റെ അമ്മയും അച്ഛനും ഈ മുറ്റത്ത് നിന്ന് എത്ര തവണ കരഞ്ഞിട്ടുണ്ടെന്ന് ആദർശേട്ടൻ ഓർത്ത് നോക്കിയേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കേൾക്കുമ്പോഴേക്കും ആദർശം റിയലൈസ് ചെയ്യുന്നുണ്ട്, ശരിയാ നയനെ പണ്ട് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോഴും അവർ അമ്മയച്ഛനും കരഞ്ഞുകൊണ്ട് കയറി വന്നതാ. നവ്യയുടെ കാര്യത്തിലും അവർ കുറേ മുട്ടിൽ നിന്ന് കരഞ്ഞിട്ടുണ്ട്. നയനയ്ക്ക് നല്ല സ്നേഹം കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് അവർ വീണ്ടും കരഞ്ഞിട്ടുണ്ട്. അതൊക്കെ ആദർശം ഓർക്കുന്നുണ്ട്. നയനെ പറയാണ്, നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ അമ്മ സ്നേഹിച്ച് വളർത്തിയത്. ഞങ്ങൾ പെൺകുട്ടികളെയും അമ്മമാരും അച്ഛന്മാരും സ്നേഹിച്ച് തന്നെയാണ് വളർത്തുന്നത്. നിങ്ങൾക്കൊരു മുഖത്തൊരു വാട്ടം ഉണ്ടായാൽ അവർക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാവുമോ അതുപോലെ തന്നെ ഞങ്ങൾക്കും. കെട്ടിച്ച വിട്ട് വീട്ടിൽ വന്നിട്ട് അവർ കിടന്ന് അനുഭവിക്കുന്നത് കാണുമ്പം ആ മാതാപിതാക്കളുടെ ചങ്ക് എത്രമാത്രം നീറും നിങ്ങൾക്ക് അറിയാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നയന. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോസൊക്കെ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാട്ടോ. മിസ്സാവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.